ഇത് വളരെ വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് ഈ നിമിഷത്തിൽ തകർന്നടിയുന്നത്. തീർച്ചയായിട്ടും അതൊരു വ്യക്തിയുടെ മാത്രം അല്ലെങ്കിൽ ഒരു കായിക താരത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. അതുമാത്രമല്ല, നരേന്ദ്രമോദി പ്രധാനമന്ത്രി കുറച്ചു മുൻപേ തന്നെ വന്ന ട്വീറ്റിൽ ഫോഗട്ടിനെ നിരാശപ്പെടേണ്ട, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഫോഗട്ട് എന്ന് പറയുകയും ചെയ്തു. അച്യുതൻ ചേരുന്നുണ്ട്, അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി എന്ത് സാധ്യതകൾ എന്നുള്ള രീതിയിൽ ആ സാധ്യത ഇല്ലാത്ത ഒരവസ്ഥയാണോ, പ്രതീക്ഷകൾ മങ്ങുകയാണോ എന്നുള്ള ചർച്ചയാണ് തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാരും ഉറ്റുനോക്കുന്നത്. ആ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി PT ഉഷയുമായി സംസാരിക്കുമ്പോൾ ആ രീതിയിൽ ഒരു വാതിൽ തുറക്കുന്നുണ്ടോ? പ്രതീക്ഷയുടെ ചെറിയൊരു കിരണമെങ്കിലും ഉണ്ടാകുമോ? സ്മിത, റിജിത്ത്, അങ്ങനെ തന്നെ നമുക്കത് വിലയിരുത്താൻ കഴിയും. കാരണം ആ സാധ്യതകളാണ് ഇന്ത്യ ഇപ്പോൾ തേടുന്നത്. ഈ അയോഗ്യത ഏതെങ്കിലും തരത്തിൽ മറികടക്കുവാനുള്ള വഴികൾ ഉണ്ടോ എന്നുള്ളത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷയുമായി സംസാരിക്കുന്ന വേളയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള വഴികളുണ്ടെങ്കിൽ അത് തേടണം, അത് പൂർണ്ണമായി പരിശോധിച്ചുകൊണ്ട് അത്തരം സാധ്യതകൾ കൂടി പ്രയോഗിക്കണമെന്നുള്ളതാണ് ആ നിർദ്ദേശം. ഒപ്പം തന്നെ ഇതിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം, ഈ അയോഗ്യത കൽപ്പിക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹായിക്കാൻ കഴിയുന്ന എല്ലാ വഴികളും തേടണം, അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ഇതിന്റെ അപ്പീൽ സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളതെല്ലാം വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് സാധ്യതകൾ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ലൂപ്പ് ഹോളെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട്, അത് പ്രയോഗിച്ചുകൊണ്ട് അയോഗ്യത മറികടക്കുവാനുള്ള ശ്രമങ്ങൾ അത് നടത്തണമെന്നുള്ള നിർദ്ദേശം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം അല്പം മുൻപാണ് ആശ്വാസവാക്കുകൾ എക്സ്പോസ്റ്റിൽ കുറിച്ചത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ചാമ്പ്യന്മാരുടെ ചാമ്പ്യനാണ് വിനേഷ് ഫോഗട്ട്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന താരമാണ്. അത്തരത്തിൽ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് വിനേഷ് ഫോഗട്ട് എന്നതായിരുന്നു പ്രധാനമന്ത്രിയും എക്സ്പോസ്റ്റിൽ രേഖപ്പെടുത്തിയത്. പലയിടങ്ങളിൽ നിന്ന് ആളുകൾ ഇതിനോടകം തന്നെ പിന്തുണയുമായി എത്തുന്നുണ്ട്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ മകൻ കരൺ ഭൂഷൺ സിംഗും പ്രതികരിച്ചത് ഇന്ത്യയുടെ വലിയ നഷ്ടമാണ്. ഫെഡറേഷൻ ഇതിൻ്റെ മറ്റു തലങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതായത് എല്ലാവരും ഈ അയോഗ്യത മറികടക്കുവാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ തേടുകയാണ്. അങ്ങനെ ഏതെങ്കിലും സാധ്യതകൾ തുറന്നു കിട്ടിയാൽ അതുവഴി വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത മറികടക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇതിനോടകം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി തന്നെ അതിനൊരു നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നു. അച്യുതൻ, ബ്രിജ്ഭൂഷണെതിരായ പോരാട്ടത്തിലെ മുൻനിര പോരാളിയായിരുന്നു വിനേഷ് ഫോഗട്ട്. അതിനിടയിൽ ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി അപ്പീൽ നൽകില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഒരു സ്ഥിരീകരിക്കുന്ന വിവരമല്ല. നിലവിൽ അങ്ങനെയാണ് കൂടിയാലോചനകൾ നടക്കുന്നത് എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ സമരത്തിൻ്റെ മുൻനിര പോരാളി, ഐതിഹാസികമായൊരു പ്രതിഷേധം, അതൊക്കെ രാജ്യം കണ്ടതാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം, കാരണം നമ്മളൊരു വലിയ സംവിധാനവുമായി, മെഡിക്കൽ ടീമുമായി, ഇത്രയും പരിചയസമ്പന്നയായ ഒരു കായിക താരം പോകുന്നതിനിടയിൽ ഇങ്ങനെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ, അതും ഭാരപരിശോധനയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിവരം പുറത്തു വരുന്ന ഈ ഘട്ടത്തിൽ അതിൻ്റെ സംശയങ്ങൾ സ്വാഭാവികമായും രൂപപ്പെടും. എങ്ങനെയാണ് ആ വിവാദം പുരോഗമിക്കുന്നത്? കൂടുതൽ ഇടങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണം എന്നുള്ള ആവശ്യം പോലും ഈ ഘട്ടത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന നിലയുണ്ടല്ലോ അച്യുതൻ. തീർച്ചയായിട്ടും ഇതിൻ്റെ മറുവശത്ത് അത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കാരണം വിദഗ്ധ സംഘങ്ങളുമായിട്ടാണ് കായിക താരങ്ങൾ ഈ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായി പോയത്. അവർക്കൊപ്പം മെഡിക്കൽ സംഘങ്ങളുണ്ട്, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കുന്നതിനുള്ള സംഘങ്ങളും ഈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിയോഗിക്കാറുണ്ട്. അങ്ങനെ വിദഗ്ധ സംഘവുമായിട്ടാണ് പാരീസ് ഒളിമ്പിക്സിനായി കായിക താരങ്ങൾ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരം ഒരു വീഴ്ച സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എന്നതും പ്രാധാന്യമാണ്. കാരണം ഈ പറഞ്ഞതുപോലുള്ള 100 ഗ്രാം തുടരുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് വിനേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിർജ്ജലീകരണം മൂലമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നൽകും. അനിൽ, വിവരങ്ങൾ എന്താണ് അനിൽ? ഏറ്റവും പുതുതായി വരുന്ന വാർത്ത ഇതാണ്. വിനേഷിനെ നിർജ്ജലീകരണം കാരണം ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വരികയാണ്, ചികിത്സ തേടുകയാണ് താരം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പാരീസിലുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ഈ വെയിറ്റ് കുറയ്ക്കാനായി കഠിന പ്രയത്നത്തിലായിരുന്നു താരം ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കാതെയും ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്തും പലതരത്തിൽ സൈക്ലിംഗ് അടക്കമുള്ളത് ചെയ്തുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ടാണ് താരം വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചത്. ഏതാണ്ട് 2 കിലോയോളമാണ് താരത്തിന് കുറയ്ക്കാനുണ്ടായിരുന്നത്. അതിൽ 1.85
5 കിലോയോളം താരം കഠിന പ്രയത്നത്തിലൂടെ കുറയ്ക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ താരത്തിൻ്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ താരത്തെ നിർജ്ജലീകരണം കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും വലിയൊരു സങ്കട വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം വലിയ രീതിയിൽ പരിശ്രമം നടത്തി ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ വലിയ സ്വപ്നത്തിലേക്ക് ഒരു ജനതയെ മൊത്തം അതിനൊപ്പം തന്നെ ഭാഗമാക്കാൻ വേണ്ടിയാണ് ആ താരം പൊരുതിയത്. പല പല തിരിച്ചടികളുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ തോൽക്കാതെ വീണ്ടും ഒളിമ്പിക്സിനെത്തുകയും മതിയായ പരിശീലനം പോലും കിട്ടാതെ ഒളിമ്പിക്സിനെത്തി അവിടെയും പോരാടി ഒരു കഠിനമായ പാതയിലൂടെ ലോക 1-ാം നമ്പർ താരത്തിനോടക്കം ഏറ്റുമുട്ടി വരുന്ന താരം അതിനായി തൻ്റെ വെയിറ്റ് പരമാവധി കുറച്ചുകൊണ്ട് 53 കിലോഗ്രാം വിഭാഗത്തിലാണ് നേരത്തെ മത്സരിച്ചിരുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു. ഒടുവിൽ ആദ്യഘട്ടത്തിൽ അതിൽ വിജയിച്ചു. പക്ഷേ രണ്ടാം ദിനത്തിൽ വെറും 100-150 ഗ്രാമിൻ്റെ മാത്രം കയറിൽ ഇപ്പോൾ തിരിച്ചടി നേരുന്നു. ആ കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ആ താരത്തിന് നിർജ്ജലീകരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. എന്തായാലും വലിയ നിരാശയുണ്ടാക്കുന്നു. താരത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവട്ടെ എതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. വലിയ കരുത്തോടുകൂടി താരത്തിന് തിരിച്ചു വരേണ്ടതുണ്ട്. കാരണം വലിയൊരു നിരാശയാണ്. പറഞ്ഞറിയിക്കാൻ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ സാധിക്കില്ല. വലിയ മെൻ്റൽ ഫാറ്റിക് അടക്കം താരം നേരിടുന്നുണ്ട് എന്ന കാര്യത്തിലുണ്ട്. രാജ്യമൊന്നാകെ വിനേഷിനൊപ്പമുണ്ട്. കരുത്തോടെ തിരിച്ചു വരുമെന്നേ നമുക്കും പറയാനുള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും താരത്തിന് ഇപ്പോൾ താരത്തിന് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമായി താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുതുതായി പുറത്തു വരുന്നത്. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. കായിക മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ലോക്സഭയിൽ നടത്തും ഉച്ചയ്ക്ക് 3 മണിക്ക് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വന്നത് IOA ഇതിൽ അപ്പീൽ പോകുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും PT ഉഷ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ അവസാന സ്ഥാനക്കാരിയായി വിനേഷ് ഫോഗട്ടിനെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അതിനുള്ള അപ്പീൽ സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ ആളുകളൊക്കെ പറയുന്നത്. അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ള കാര്യം പരിശോധിച്ച കാര്യത്തിൽ ഒരു അന്തിമ വ്യക്തത വരികയും ചെയ്യും എന്നുള്ളതാണ്.